നാടകത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി നാടകത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, കേരള സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ, കേരള ജനമൈത്രി പോലീസ് എന്നിവർ സംയുക്തമായി അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ നാടകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ജനങ്ങളുടെ പങ്കാളിത്തമാണ്. ആ പങ്കാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് വോട്ടവകാശം. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗവും പോരാട്ടവും കൊണ്ടാണ് ലഭിച്ചത്. അവർ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ജനാധിപത്യത്തെ ശക്തമാക്കുക എന്നതാണ്. ഓരോ പൗരനും തന്റെ സമ്മതിദാനാവകാശം ബോധപൂർവം പ്രയോഗിക്കുമ്പോഴാണ് ജനാധിപത്യം കൂടുതൽ ശക്തമാകുന്നത്. അതിനാൽ എല്ലാവരും ഉത്തരവാദിത്തത്തോടെ വോട്ട് ചെയ്യുക, മറ്റുള്ളവരെയും അതിന് പ്രേരിപ്പിക്കുക. ഈ ബോധം സമൂഹത്തിൽ വ്യാപിപ്പിക്കാനാണ് വോട്ടവകാശ ബോധവൽക്കരണ തെരുവ് നാടകം അവതരിപ്പിക്കുന്നത്. ഈ നാടകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സത്യം വോട്ടവകാശം സ്വമേധയാ നിർവഹിക്കേണ്ട കർത്തവ്യമാണ് എന്നതാണ്. ഏവരുടെയും വിലയേറിയ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. ആഗസ്റ്റ് 15. നിരവധി ത്യാഗങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും അനവധി പേർ സ്വന്തം ജീവൻ പോലും വെച്ചതിന്റെ ഫലമായാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി. നൂറ്റാണ്ടുകളായി നമ്മുടെ മണ്ണിനെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിന് വിരാമമായി ഈ മണ്ണിന്റെ മുകളിൽ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർന്നു. ആ ദിവസം രാജ്യം സ്വതന്ത്രമായി എന്ന് മാത്രമല്ല, ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് തുടക്കമായി. അങ്ങനെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയ ഏറ്റവും വലിയ ശക്തിയാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിന്റെ ഹൃദയമാണ് വോട്ടവകാശം. ഓരോ പൗരന്റെയും അവകാശവും കടമയുമാണ് വോട്ടവകാശം. ജനാധിപത്യത്തെ നിലനിർത്തുന്ന നട്ടെല്ലാണ് വോട്ടവകാശം. ആ വോട്ടവകാശം നാം ഉറപ്പായും വിനിയോഗിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന ലീഗൽ
റിസോഴ്സസ് അതോറിറ്റിയും കേരള ജനമൈത്രി പോലീസും സംയുക്തമായി അവതരിപ്പിക്കുന്ന വോട്ടവകാശ ബോധവൽക്കരണ നാടകം എന്റെ വോട്ട് എന്റെ ശക്തി, എന്റെ വോട്ട് എന്റെ ശക്തി, എന്റെ വോട്ട് എന്റെ ശക്തി. വരൂ 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 പഞ്ചഗുസ്തി മത്സരത്തിൽ സെമി ഫൈനൽ ജയിക്കുന്ന ആളിന് കൊടുക്കാനുള്ള ട്രോഫിയാണ് അല്ലെ? എനിക്ക് കിട്ടിയെന്നല്ല. സെമി ഫൈനലിൽ ഇതെന്തോ സെക്രട്ടറി ഇതൊക്കെ കണ്ട ഹാരമൊക്കെ എടുത്തിട്ട് ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ കൊണ്ടുവയ്ക്കാനാവുന്നത്. പ്രസിഡന്റ് റഫറി ആവണം. സെക്രട്ടറി പരിപാടി തുടങ്ങില്ലേ? നീ എവിടെ പോയിക്കണം? ഒന്ന് ആളെ വിളിച്ചു കൊണ്ടുവരണം. പ്രസിഡന്റ് സൗഹൃദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷപരമായി സംഘടിപ്പിച്ചിരിക്കുന്ന അഖില കേരള വനിതാ പഞ്ചഗുസ്തി മത്സരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് വെറുമൊരു മത്സരമല്ല, പെൺപുലികളുടെ കരുത്തുറ്റ പോരാട്ടം. സെമിഫൈനലിലേക്ക് സെലക്ഷൻ മത്സരം ആരംഭിക്കുകയാണ്. ഉടൻ തന്നെ മത്സരത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം. സെക്രട്ടറി പരിപാടി കാണാനൊന്നും ആരും ഇല്ലല്ലോ. ഉണ്ടല്ലോ, ഒരുപാട് പേര് അപ്പുറത്തുണ്ട്, ഒരുപാട് മൈക്കല്ലേ ഇരിക്കുന്നത്, വിളിച്ച് പറയോട്ട് കയറി. അവിടെ ഇവിടെ ചായ കുടിച്ച് സ്വറ പറഞ്ഞ് വെടി പറഞ്ഞിരിക്കുന്ന ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ ശ്രദ്ധയ്ക്ക് സൗഹൃദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പഞ്ചഗുസ്തി മത്സരം ആരംഭിക്കുന്നതിനാൽ എല്ലാവരും വേദിക്ക് മുന്നിലേക്ക് കടന്നു വന്നിരിക്കണമെന്ന് സമയം അഭ്യർത്ഥിക്കുന്നു. ഞാൻ പഠിപ്പിച്ചു തരും പഞ്ചഗുസ്തി മത്സരം എങ്ങനെയാണ് നടത്തണത്. പഞ്ചഗുസ്തി മത്സരം തന്നെ കയറൊക്കെ വലിച്ചു കെട്ടി അതിനകത്തല്ലേണോ നടത്തുന്നത്? വടമൊക്കെ വലിച്ചു കെട്ടി അതിനകത്തല്ലേ നടത്തുന്നത്? അല്ലാതെ അടിച്ചെടുത്ത് ആൾക്കൂട്ടത്തിന്റെ ഇടയിലെങ്ങാണ് ഇട്ട കളി മാറുവേ. സാർ എപ്പോ വന്നത്? നേരത്തെ ആയിപ്പോയാ ഞാൻ വന്നത്. വിളിച്ചത് സെലക്ഷൻ മത്സരം ആരംഭിക്കുകയാണ്. ആദ്യമേ വേദിയിലേക്ക് കടന്നു വരുന്നത് കഴിഞ്ഞ വർഷത്തെ വിന്നർ, ഏത് ശക്തിയെ സ്വന്തം ടൈപ്പിൽ വെക്കുന്ന ശക്തിശാലി പെൺപുലി മത്സരിക്കാൻ വരുന്നു. അതിന്റെ മുന്നത്തെ വർഷത്തെ വിന്നർ പെൺകരുത്ത് 18 വയസ്സിൽ തെളിഞ്ഞ സെമിഫൈനലിലേക്ക് സെലക്ഷൻ മത്സരം ആരംഭിക്കുകയാണ്. മത്സരം നിയന്ത്രിക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ വത്സല. സെക്രട്ടറി പറയും എന്നിട്ട് തുടങ്ങിയാൽ മതി കേട്ടല്ല. ബാക്ക് പോയി പോ, തുടങ്ങിക്കോ. വീണ്ടും മിസ് പ്രീത വിജയിച്ചിരിക്കുകയാണ്. സെമിഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന പ്രീതയ്ക്ക് സമ്മാനം നിർവഹിക്കുന്നതിനായി സൗഹൃദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റിനെ സദയം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ വിജയിയെ സെലക്ട് ചെയ്തിരിക്കുക. നമുക്ക് സെമിഫൈനൽ ഡേറ്റ് കൂടെ അങ്ങ് ഫിക്സ് ചെയ്യാം. അവധി 9-ാം തീയതി അവധിയല്ലേ? 9-ാം തീയതി. അയ്യോ, അന്ന് എനിക്ക് പറ്റത്തില്ല. അന്ന് ഇലക്ഷനാണ്, വോട്ട് ചെയ്യാൻ പോകണം. എന്താന്ന് ഇലക്ഷനാണ്? അന്ന് അവധിയാണല്ലോ വെച്ചിരിക്കുന്നത്. നിന്റെ ആദ്യത്തെ ഇലക്ഷൻ അല്ലേ? എനിക്ക് വോട്ടൊന്നും ചെയ്യാൻ പോകണ്ടേ? അതൊക്കെ പ്രായമുള്ളവർക്കല്ലേ, നമ്മുടെ യൂത്ത്
എനിക്കാണെങ്കിൽ ഈ വോട്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ആര് ജയിച്ചാലെന്ത്, ആര് തോറ്റാലും എനിക്കാണെങ്കിൽ കുറെ പഠിക്കാനുള്ളതാ. അതിനിടയ്ക്ക് രാഷ്ട്രീയം കളിക്കാൻ എനിക്ക് ടൈമില്ല. ഇവിടെ ജോലിക്ക് വന്നെ നേരെയില്ല. അപ്പോഴല്ലേ ഇലക്ഷന് വോട്ടിടാൻ പോകുന്നത്. ഒരു അവധി ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് നോക്കോ, വാട്സപ്പ് നോക്കോ, പിന്നെ അല്ലേ വോട്ട്. പോയെങ്കിൽ വോട്ട് ചെയ്യേണ്ടി ക്യാമറയ്ക്ക് വേണ്ടി വേറെ ആളെ നോക്കി ജോലിയെക്കാളും വേണം നോട്ടെങ്കിൽ പോയി. അല്ല, ഈ സത്യം പറഞ്ഞ ഈ വോട്ട് ചെയ്യണ എന്തിനാണെന്ന് ഇതുവരെ എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. അല്ല, എന്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരെന്ന് പോലും എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളിൽ ഒരാൾ വോട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ എന്താ കുഴപ്പം? ചുരുക്കി പറഞ്ഞ നമ്മൾ യുവാക്കൾക്ക് ഈ വോട്ടിങ്ങിലൊന്നും അത്ര താല്പര്യം ഇല്ല. താല്പര്യം വേണം. വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നവരുടെ ശബ്ദം അവർ തന്നെ നിശബ്ദമാക്കുകയാണ്. രാജ്യത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നത് യുവജനങ്ങളാണ്. നിങ്ങൾ വോട്ട് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ ഭാവി മറ്റൊരാൾ തീരുമാനിക്കും. വികാരപരമായല്ല, ബുദ്ധിപരമായ വോട്ട് ചെയ്യൂ. രാജ്യത്ത് ജനാധിപത്യം ഊന്നിലേക്ക്. എന്റെ വോട്ട് എന്റെ രാജ്യത്തെ ശക്തിപ്പെടുത്തും. എന്റെ സമ്മതിദാനാവകാശം ഞാൻ രേഖപ്പെടുത്തും. 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 സർവസമത്വം സ്വാതന്ത്ര്യം ഇവ നമ്മൾ നേടിയ സൗഭാഗ്യം. സർവസമത്വം സ്വാതന്ത്ര്യം ഇവ നമ്മൾ നേടിയ സൗഭാഗ്യം. സമ്പത്തിദാത മഹാവകാശം നമ്മുടെ നിത്യാവകാശം. ഭയങ്ങളില്ലാതെ സ്വതന്ത്ര മനസ്സോടെ തെരഞ്ഞെടുക്കാം നമ്മുടെ പ്രതിനിധി. ജനാധിപത്യ മഹോത്സവങ്ങളെ ഭാരത ഭാഗ്യ വിധാതാക്കൾ നാം ഭാവിരക്ഷിക്കും ബന്ധങ്ങൾ. ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ഞങ്ങൾ വന്ന കാര്യമൊക്കെ അറിയാലോ. 9-ാം തീയതി ഇലക്ഷൻ അല്ലേ? സ്ഥാനാർത്ഥി നമ്മളെ സ്വന്തം ആണല്ലോ. നിങ്ങൾ ഈ വെയിലത്ത് ഇവിടം വരെ വരേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്റെ വോട്ട് നിങ്ങൾക്കല്ലേ? സുമേഷ് വോട്ടുണ്ട്. ഭാര്യ വിജിക്ക് കൊണ്ട് വോട്ട്. അപ്പൊ വിജയെ കൂടെ വിളിച്ചിരുന്നെങ്കിൽ ആ വോട്ടൊന്ന് ഉറപ്പിക്കായിരുന്നു. എന്തിന്? അതിന്റെ ആവശ്യമില്ല. എന്റെ ഭാര്യ ഞാൻ പറഞ്ഞ അപ്പുറം ഇല്ല. എന്റെയും ഭാര്യയിലെ വോട്ട് നിങ്ങൾക്ക്. വിജി ഒന്നാണ് ഒരു കാര്യം പ്രശ്നം. നമ്മളെ പയ്യന്മാരുടെ വോട്ട് ചോദിച്ചു ഇവിടം വരെ വന്നത്. എന്റെയും നിന്റെയും വോട്ട് അവർക്ക് എന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അവർക്ക് എന്നെ വോട്ട് ഇടണം. എനിക്കതൊന്നും ആലോചിക്കാനുണ്ട്. അവരുടെ ആശയങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ അവരുടെ പ്രവർത്തന ശൈലി എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കൊന്ന് ആലോചിക്കാനുണ്ടോ. ഇത്രയൊക്കെ ആലോചിച്ചു കൂട്ടാ നീ ആര് ബുദ്ധിജീവിയ? നീ മറ്റേ വ്യാനിമാമന്റെ മോളെന്നല്ല. കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഞാൻ പറയണ അങ്ങോട്ട് കേട്ടാ മതി. വോട്ട് അവർക്ക് തന്നെ ഇടണം. ഈ കാര്യത്തിൽ ഭർത്താവായാലും ശരി, ആരായാലും ശരി, വോട്ട് ചെയ്യുന്നത് അവരവരുടെ ഇഷ്ടം. അല്ല ഇവര് പറയട്ടെ. ഒരൊറ്റ ഇടിയിടിക്കുന്നുണ്ടല്ലോ. നീ ആരും കാണാതെ വോട്ടെന്ന് കരുതിയിട്ട് ആർക്കെങ്കിലും വോട്ടിട്ടിട്ട് ഇവിടെ വന്നാ നിന്റെ മുഖം നോക്കി ഞാൻ കണ്ടുപിടിക്കും നീ ആർക്കാണ് വോട്ടിട്ടത്. പറഞ്ഞ മനസ്സിലായില്ല? എന്റെ അവകാശങ്ങൾക്ക് മേൽ കൈകർത്താൻ ഞാൻ ആരെ അനുവദിക്കില്ല. ഓരോ പൗരന്റെയും നിയമപരമായ അവകാശമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നത്. അത് പരപ്രേരണയില്ലാതെ സ്വമേധയാ നിർവഹിക്കുവാൻ അവസരമുണ്ടാകണം. ഭരണ നിർവഹണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം.
വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ഓരോരോ തടസ്സവാദങ്ങൾ ഉന്നയിക്കരുത്. ഈ ക്യൂലൊന്ന് നിൽക്കാൻ എനിക്ക് വയ്യുന്നേ. ആ ബൂത്തിലോട്ടാണെങ്കിൽ കുറേ നടക്കാനുണ്ടെന്ന്. വീട്ടിലെ ജോലിയും പിള്ളേരെ നോക്കി എനിക്കൊന്നും വയ്യ. അല്ലെങ്കിൽ തന്നെ നമ്മളെ കുറിച്ച് വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ് എന്താ സംഭവിക്കാൻ പോകുന്നത്? സംഭവിക്കും. രാജ്യത്തെ ഏറ്റവും നല്ല ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിൽ സ്ത്രീകളുടെ വോട്ട് വളരെ പ്രധാനമാണ്. സമത്വം സമത്വം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സ്ത്രീകളും പുരുഷന്മാരും തുല്യ പൗരന്മാരായിരിക്കണം. അതിനാൽ രാജ്യത്തിന്റെ ഭരണത്തെ തീരുമാനിക്കുന്നതിൽ സ്ത്രീകളായ നമുക്കും അവകാശമുണ്ട്. പ്രകടനമാണ്, പ്രയോഗമാണ്. കുടുംബത്തിന്റെ ഭാവി, കുട്ടികളുടെ വിദ്യാഭ്യാസം, സുരക്ഷ, അവകാശങ്ങൾ എല്ലാം തീരുമാനിക്കുന്നത് ഈ രാജ്യത്തെ ഭരണമാണ്. ആ ഭരണത്തെ തീരുമാനിക്കുന്നത് നമ്മുടെ വോട്ടാണ്. ജനാധിപത്യത്തിൽ എല്ലാവരും പങ്കാളികളാകുമ്പോഴാണ് അത് ശക്തമാകുന്നത്. അമ്മമാർ വോട്ട് ചെയ്യുമ്പോൾ പൗര ഉത്തരവാദിത്വത്തിന്റെ നല്ല മാതൃകകൾ കുട്ടികൾ കണ്ടു വളരുന്നു. ഞാൻ തീരുമാനിക്കും എന്നെ ആരും ഭരിക്കണമെന്ന്. ഞങ്ങളുടെ വോട്ട് ഉറപ്പായി രേഖപ്പെടുത്തും. ഞാൻ തീരുമാനിക്കും എന്നെ ആരും ഭരിക്കണമെന്ന്. വരൂ വരൂ നിലപാടുകളെ, പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യണം. ഗ്രാമത്തിൽ, നഗരത്തിൽ, തൊഴിലാളികൾ, വയോജനങ്ങൾ, വിദ്യാർത്ഥികൾ, കർഷകർ സർവ്വരും ചിന്തിക്കണം. നമ്മെ ഭരിക്കാൻ യോഗ്യതയുള്ളവരെ നാം കണ്ടെത്തണം. ഞങ്ങൾ ജീവൻ പോലും നൽകി നേടിയ സ്വാതന്ത്ര്യം നിങ്ങൾ നിലനിർത്തണം. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ഓരോ വോട്ടും നാം ഉറപ്പായും രേഖപ്പെടുത്തണം. ജനങ്ങൾക്കായി, ജനങ്ങളുടെ ഭരണം. എന്റെ സമ്മതിദാനാവകാശം ഉറപ്പായും രേഖപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ തന്നെ ചെയ്യുന്നു. ഞാൻ പ്രതിജ്ഞ 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 ചെയ്യുന്നു. നമ്മുടെ വോട്ട് നമ്മുടെ ശക്തി. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഓരോ പൗരനും ഏറ്റവും വലിയ അധികാരം നൽകുന്നത് വോട്ടാണ്. ഒരു വോട്ട് അത് ചെറുതല്ല. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ എന്ത് കാര്യവും മാറ്റിവെച്ച് വോട്ട് ചെയ്ത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താം.